ഹലോ. അപ്പോൾ മോള് SSLC പരീക്ഷ 3ാമത്തെ പരീക്ഷയാണ് കേട്ടോ മോൾക്ക്. അപ്പോൾ മോളെ കൊണ്ടുവന്നാക്കിയിട്ട് മോൾക്ക് തീരെ വയ്യാത്ത കാരണം കൊണ്ട് മോളെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ, സ്റ്റേജിൻ്റെ അവിടെ തന്നെ ഇരിക്കുകയാണ്. മോൾ പരീക്ഷയ്ക്ക് പോയി 9:15 മോളെ പരീക്ഷ ഹാളിലേക്ക് മാറ്റും. അത് ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ, സ്റ്റേജിൽ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു. കുറേ നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. ഒരു 9 മണി തുടങ്ങിയിട്ട് 11:20 വരെ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സമയം ബെല്ലടിക്കുന്നെങ്കിൽ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് അമ്പലത്തിൽ, നമ്മുടെ അമ്പലമൊക്കെ ആണല്ലോ, നമ്മുടെ ചുറ്റും സ്കൂളും നടുക്കിൽ അമ്പലമാണല്ലോ. അപ്പോൾ വല്യമ്മ മോളുടെ പേരിൽ കഴിച്ച വഴിപാടിൻ്റെ പ്രസാദം കൊണ്ട് തന്നു കേട്ടോ, അമ്പലത്തിലെ വല്യമ്മ. അപ്പോൾ അത് കഴിച്ചു, അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ അവിടെയൊക്കെ നടന്ന് അങ്ങനെ എന്താ പറയുക, കുറേ നേരം നടന്ന്. പിന്നെ അവിടുന്ന് ടീച്ചേഴ്സിനും ആരെങ്കിലും കാണുമ്പോൾ വർത്തമാനം പറയും, പിന്നെ ആയമാരുണ്ടെങ്കിൽ അവരെ കാണുമ്പോൾ വർത്തമാനം പറയും. അങ്ങനെ പിന്നെ അവിടെ ഇങ്ങനെ നടന്നുള്ള രസമല്ലേ കാണാനായിട്ട്. കുറേ നേരം ഇരുന്നും അങ്ങനെ എന്താ പറയുക, ഒരു ദിവസത്തിൻ്റെ അത്രയും നേരം അവിടെ കഴിച്ചു. മോളെ നോക്കി നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് എന്താവും എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ SSLC പരീക്ഷയാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വയ്യാണ്ടാകുമ്പോഴത്തെ ടെൻഷൻ പറയണ്ടല്ലോ. അങ്ങനെ ആളത് പരീക്ഷ എഴുതി വന്നു കേട്ടോ. അപ്പോൾ മേലുവേദന ഉണ്ട്, കഴുത്തുവേദന ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പരീക്ഷയൊക്കെ നന്നായി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ വന്നിട്ട് പിന്നെയും നമുക്ക് 100 പണിയാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അലക്കാനുള്ള ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണെങ്കിൽ പോലും സ്റ്റാൻഡ് ബാൽക്കണിലാണ് വെക്കാറ്. ബാൽക്കണിയിൽ വെച്ചില്ല, അങ്ങനെ പുറത്ത് കൊണ്ടുവന്ന് വെച്ച് നല്ല വെയിലല്ല, നല്ല വെയിലും നല്ല കാറ്റും. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വെച്ച് വെയിൽ കൊള്ളിച്ചു. അപ്പോൾ അത്രയുള്ള കുഞ്ഞൊരു വിശേഷമായിട്ട് വന്നതാണ് കേട്ടോ. ശരി.